ഒന്നും തോന്നരുത്. വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനുള്ള സാവകാശമില്ലാതെ ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാ. ഇറ്റ്സ് ഓക്കെ. ആ, ഒരു ദിവസം ഞാൻ ക്ഷണിക്കും. സാറ് വരണം. തീർച്ചയായും. താങ്ക് യു സർ. ജാനു, ഞാൻ പോണു. ഗുഡ് മോർണിംഗ് സേതു സർ. ഹായ്, ഗുഡ് മോർണിംഗ് നിഷ. ഹായ്. നിഷ ഇരിക്കെ. എന്താണ് പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതൊരു വിസിറ്റ്? എനിക്ക് സാറിനെ എങ്ങനെ വന്ന് കാണാതിരിക്കാൻ പറ്റും? സാർ എന്നെ വെച്ച് ചെയ്ത ആഡ് ടിവിയിൽ വന്നതിന് ശേഷം ഫ്രണ്ട്സ് ഒക്കെ എന്നെ വിളിച്ച് ഒത്തിരി പ്രൈസ് ചെയ്തു. ആരാടി അതിന്റെ ഡയറക്ടർ? ഹീസ് റിയലി ഗ്രേറ്റ്, ഹീസ് സൂപ്പർ എന്നൊക്കെയാ പറയുന്നത്. അന്ന് വെറുതെ ആ ഡയറക്ടർ രാംദാസ് വരാത്തോണ്ട് ട്രൈ ചെയ്തല്ലേ. പക്ഷെ സാറിന് ഇതിനു മുമ്പ് ഒരു എക്സ്പീരിയൻസും ഇല്ലല്ലോ. സ്റ്റോറി ബോർഡ് പോലും അപ്പോ അവിടെ ഇരുന്നുണ്ടാക്കി ഷൂട്ട് ചെയ്തത് ഞാൻ കണ്ടതല്ലേ. എന്നിട്ടും അതല്ലേ ദൈവം എന്ന് പറയുന്ന മഹാശക്തിയുടെ മായാവിലാസങ്ങൾ. ഉത്തരവാദിത്വം ഏറ്റെടുത്ത ശേഷം എന്റേതല്ലാത്ത കാരണത്താൽ പകുതി വഴിയിൽ വെച്ച് പലരും ഇതിനു മുമ്പും വിട്ടുപോയിട്ടുണ്ട്. എനിക്കതൊന്നും പൂർത്തിയാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അതൊക്കെ ഒരു ശീലമായി. അല്ല, അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്റെ മനസാക്ഷിക്കും ദൈവത്തിനും എതിരായിട്ട് ഒന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ലാത്തതുകൊണ്ട് വിജയങ്ങൾ എന്നും എന്റെ ഒപ്പമായിരുന്നു. രാംദാസ് വരാതിരുന്നപ്പോഴും സംഭവിച്ചതൊക്കെ തന്നെയാ. യെസ്, കം ഇൻ. പ്രിയ, ഇത് മിസ് നിഷ, നമ്മുടെ കഴിഞ്ഞ ആഡിന്റെ മോഡലായിരുന്നു. ഓ, ഹായ്, നൈസ് ടു മീറ്റ്. പ്രിയ ഇരിക്കൂ. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോളാം. യു പ്ലീസ് പ്രൊസീഡ്. സർ, പിന്നെ ആഡിന്റെ കോസ്റ്റ്യൂം സെലക്ഷൻ എല്ലാവരും എടുത്തു പറയുന്നത് അതാ. സാറിന്റെ കളർ സെൻസ് അപാരം തന്നെ. ദേ, എന്റെ അടുത്ത ആഡിന് വേണ്ടിയുള്ള കുറച്ച് കോസ്റ്റ്യൂംസ് കൊണ്ടുവന്നിട്ടുണ്ട്. സാറിനെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിക്കണമെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുക. മമ്മി പറ്റിയേം വേണ്ടേ പണമില്ലാതിരുന്ന് കേൾക്കുന്നുണ്ടല്ലേ. ദേ, ഇതെനിക്ക് മാച്ച് ആണോ സർ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? നോട്ട് ബാഡ്. അത് ഞാൻ സുന്ദരി ആയതുകൊണ്ടാ എനിക്ക് ഏത് ഡ്രസ്സും മാച്ച് ആവും. ദേ, ഇതെങ്ങനെയുണ്ട്? അതായിരിക്കും നിഷയ്ക്ക് കൂടുതൽ ചേരുക. ഔട്ട്ഡോർ ആണെങ്കിൽ പ്രത്യേകിച്ച് ഫ്രെയിമിന് അതായിരിക്കും കൂടുതൽ ഭംഗി. ക്ഷമിക്കണം സർ, ഇപ്പോഴോർത്തത്. സൂര്യ സർ കാണുമെന്ന് പറഞ്ഞിരുന്നു ഒരു റെക്കോർഡിങ്ങിന്റെ കാര്യത്തിന്. 12:30 മുൻപ് എത്തണം. സോറി പ്രിയ, നിഷ പെട്ടെന്ന്. സാരമില്ല സർ, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വന്ന് കണ്ടോളാം. ആ, അന്ന് പറഞ്ഞില്ലേ ഒന്നുകൂടി ശ്രദ്ധിച്ച കുറെ കൂടി നന്നാക്കാമെന്ന്. ഞാൻ ആ പാട്ട് വീണ്ടും പാടി റെക്കോർഡ് ചെയ്തതാ. ഇതോട്ട് ഓർക്കസ്ട്ര. ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചല്ലോ. ഞാനെന്താ ചിരിക്കാത്ത മനുഷ്യനാ? എടോ, ഞാൻ അന്നങ്ങനെ വെറുതെ പറഞ്ഞല്ലേ. എല്ലാവരും പോഴത്തേപ്പോ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയണ്ടേന്ന് കരുതിട്ടാ. അപ്പൊ ഓർക്കുമല്ലോ. അപ്പൊ ഞാൻ ഓർക്കുന്നത് ഇഷ്ടമാണല്ലേ? എക്സ്ക്യൂസ് മീ സർ, എനിക്കിപ്പോ ഒത്തിരി ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട്. വെയിറ്റ് പോയി ഒരെണ്ണം കൂടി കഴിഞ്ഞാ പിന്നെ സാറിനോട് ചോദിച്ചിട്ട് ചെയ്താ മതി എന്നാ മമ്മി പറഞ്ഞിരിക്കുന്നത്. അത് പോരെ സർ? അത് മതി. എനിക്കിനി സാറിന്റെ ആഡ് മാത്രം ചെയ്താ മതി. ജസ്റ്റ് എ മിനിറ്റ്. ഹലോ, കുറച്ചു നേരമായാലോടി നീ ആ ക്യാബിനുള്ളിൽ നിന്ന് ശൃംഗാരം തുടങ്ങിയിട്ട്. വാട്ട്? മര്യാദയ്ക്ക് ആ ക്യാബിന്റെ പുറത്തു പോവാൻ ഒരു നിമിഷം പോലും വൈകാതെ. എന്താ? നത്തിങ്. നിങ്ങളാരാ? അതൊക്കെ നീ വഴിയെ അറിയും. മേലെ അദ്ദേഹത്തിന്റെ ക്യാബിനിൽ ആവശ്യമില്ലാതെ കയറുകയോ കൊഞ്ചി കൊഴയുകയോ ചെയ്യരുത്. പിന്നെ നീ ജീവിച്ചിരിക്കില്ല. ബി കെയർഫുൾ. ഹലോ ഹലോ. ഓ ഷിറ്റ്. സർ, മമ്മി ആയിരുന്നു. വേഗം ചെല്ലാൻ പറഞ്ഞു. ചെല്ലട്ടെ കേട്ടോ. അപ്പൊ അവളുടെ ശബ്ദം ഒന്ന് കേൾക്കണമായിരുന്നു.
മുഖമൊക്കെ തുടുത്ത് വേർത്ത് കുളിച്ച് ആകെ ചമ്മിട്ടുണ്ടാവും. വേണ്ടായിരുന്നു. അവൾക്ക് അത് തന്നെ വേണം. ഓഫീസിൽ വെച്ച് എന്തായിരുന്നു അവളുടെ പെർഫോമൻസ്? സേതു സർ, ഇതെനിക്ക് സ്യൂട്ട് ആണോ അതോ ഇതാണോ മാച്ച്? ഓ, സാറിന് ഭയങ്കര കളർ സെൻസാ. മിസ് വേൾഡ് ആണെന്ന ഭാവം ആ താടകയ്ക്ക്. ആ, ഡയറക്ടർ സാറ് മോശമല്ല, അവളുടെ താളത്തിനൊത്ത് തുള്ളാൻ. നിഷയ്ക്ക് ഇതാവും കുറച്ചുകൂടി മാച്ച് ആവുന്നത്. ഫലം വേണോ? തല്ലി കൊല്ലണ്ടതോ. അരസേതുവിനെയോ? അവളെ, ആ മോഡൽ ശൃംഗാരിയെ. നിനക്ക് എന്ത് പറ്റി? നീ ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇന്ന് 3 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അപ്പോഴൊക്കെ എൻഗേജ്ഡാ. നീ എന്തിനാ വെറുതെ സേതുവിനെ വിളിച്ച് ശല്യം ചെയ്യുന്നേ? എനിക്ക് ഒരുപാട് പറയാനുണ്ട്. കവിത, സംഗീതം, അങ്ങനെ ഒരുപാട്. അതൊന്നും അമ്മ അറിയണ്ട. ഓക്കെ, ഞാനില്ല നിന്റെ കാര്യത്തിനൊന്നും. മേ ബി ഇനി അവള് വിളിച്ചതാവോ? അയാൾ ബിസി ആയിരിക്കും. വലിയ ബിസിനസ്മാൻ അല്ലേ? അല്ലാതെ കണ്ട പെമ്പിള്ളാരോടൊക്കെ കൊച്ചു വർത്താനം പറയുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് അവൾ ഷീസ് എ ഫ്ലേർട്ട്. അവളെ വിശ്വസിച്ചൂടാ. അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഐഡിയ. 98470. അമ്മേദേ, അവളുടെ ഫോണും എൻഗേജ്ഡാ. ഇപ്പൊ ഞാൻ പറഞ്ഞ ശരിയായില്ലേ? അവള് വിളിക്കായിരിക്കും. അമ്മയല്ലേ പറഞ്ഞത് അങ്ങനെയൊന്നും ആയിരിക്കില്ലെന്ന്? ദേ, എനിക്ക് കുറച്ച് റെഫർ ചെയ്യാനുണ്ട്. നീ ഒന്ന് പോയേ. നിനക്ക് ആഹാരവും വേണ്ട, എന്നെ കൈ കഴുകാനും സമ്മതിക്കില്ല. അല്ലെങ്കിൽ തന്നെ അവര് തമ്മിൽ എന്തോ ആയിക്കോട്ടെ, നിനക്കെന്താ? അത് തന്നെ, എനിക്കെന്താ? എനിക്കൊന്നുമില്ല. ഈ പെണ്ണിന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. എനിക്കെന്താ? എനിക്കൊന്നുമില്ല. ബട്ട് ഐ വിൽ ടീച്ച് ഹർ. പ്രിയേ, നിനക്ക് എന്താ പറ്റിയത്? അയ്യോ, സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമി എന്തോ പൂത്തക്കൂടെ കണക്ക് മുഴുവൻ തെറ്റിച്ചല്ലോ താൻ. കുഞ്ഞമ്മാവൻ ഏത് കുഞ്ഞമ്മാവൻ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഇറങ്ങാനാളത്തെ പുലിയാന്നോ? അതേടോ, അയ്യോ, പുലിയ. സാക്ഷാൽ പുലിവാഹനെ കണ്ടിട്ടുള്ള വരവാ. സ്വാമിയേ എന്തോ തന്നെ അല്ലടോ. സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമിയേ ശരണമയ്യപ്പ. അതല്ലടോ, ആ. തന്നെയാ വിളിച്ചത്. എന്തോ എന്റെ അനന്തരവനെ മുടിപ്പിക്കാൻ താൻ പിന്നെ ഇവിടെ കൂടിയിരിക്കുകയല്ലേ? മുടിപ്പിക്കാനായിട്ട് കെട്ടും കെട്ടി ഇറങ്ങിയിരിക്കുമല്ലയോ? എന്താണോ പറഞ്ഞേ? എന്റെ അനന്തരവനെ ഞാൻ മുടിപ്പിക്കുമെന്നോ? ഇനി എന്നാണാവോ മടക്കം? മടങ്ങാൻ ഇനിയും 10-28 കൊല്ലം ബാക്കിയുണ്ടെന്ന് ആ രാമചന്ദ്രൻ ജോത്സ്യര് പറഞ്ഞത്. അയ്യോ, അതെ, കുഞ്ഞമ്മാവൻ ഇവിടുന്ന് മടങ്ങുന്നത് എന്നാണെന്നാണ് ചോദിച്ചത്. മനസ്സിലാവാഞ്ഞിട്ടല്ലടോ, ഇതെന്റെ അനന്തരവന്റെ വീടാ. എപ്പ വരണം എപ്പ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. മോനെ സേതു, എന്താ കുഞ്ഞമ്മാവാ ശബരിമലയ്ക്ക് പോവാന്ന് പറഞ്ഞ് ഇത്ര പെട്ടെന്ന് എത്തിയോ? ഈ ആസാമി പറഞ്ഞത് താൻ കേട്ടോ? കേട്ടു. എന്താ സാമി ഇത്? ദേ, മെയിലിൽ എന്റെ കുഞ്ഞമ്മാവനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ തന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്ക് ഞാൻ. ഇത് മതിയോ? തൽക്കാലം ഇത് മതി. എവിടെയായിരുന്നു ഇതുവരെ? 41 ദിവസം കഠിന വ്രതം. മല ചവിട്ടി ഇറങ്ങിയാൽ ആദ്യം പ്രസാദം തരേണ്ടത് നിനക്കാണല്ലോ. ദാ, അരവണ പായസം. ഇനി ഒന്ന് കുളിക്കണം, വ്രതം മുറിക്കണം. ഉണ്ടല്ലോ എപ്പോഴേ റെഡി. സ്വാമി, കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്ക്. സാമി, എന്താ? കുഞ്ഞമ്മാവൻ പറഞ്ഞേ കേട്ടില്ലേ, കുറച്ച് വെള്ളം ചൂടാക്കാൻ. ആ, കുളിക്കാനാണോ അതോ കുളിക്കാനാണോ? കുളിക്കാൻ. ആ, കുടിക്കാനാ. പേജ് സൈസ്, ഓപ്ഷൻസ് ഡബിൾ സൈഡഡ്, ഫേസിംഗ് ദ പേജസ്. ഉറക്കം തൂങ്ങി. ആരാടോ? ഞാനല്ല. ആ ടി വി ഒന്ന് ഓഫ് ചെയ്യാ പറടോ. ഉറങ്ങിക്കൊണ്ട് ജോലി ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലാത്ത ജോലി രാജിവെക്കും. രാജിവെച്ച പട്ടിണിയാവും. കിളവൻ കൊള്ളാം.
ഇതെപ്പ കറപ്പിച്ചു ഏ? ഇതെന്തൊരു വേഷം ആ, ഇത് സേതുവിന്റെ അവന്റെ വേഷം എനിക്ക് ചേരും. മിസ്റ്റർ കുഞ്ഞമ്മാവൻ നിങ്ങൾ ടി വി ഓഫ് ചെയ്യണം. ഏ സേതുവിന്റെ ഓർഡറാണ്. അവനൊന്നും ഓർഡർ ചെയ്യില്ല. ഓർഡർ ചെയ്ത് താൻ കൊടു.